ചിക്കൻ ദം ബിരിയാണി ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. അതിന് 1.5 കിലോ ചിക്കൻ, 5 സവാള, പച്ചമുളക് 6 ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 15 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 4 ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടി, 3 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തൈര് 1 കപ്പ്, പകുതി നാരങ്ങ, മല്ലിയില, പുതിനയില, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് സവാള വറുത്തെടുക്കണം. അതിന് വേണ്ടി 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിക്കണം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കത് കോരിയെടുക്കാം. സവാള വറുത്ത എണ്ണ കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്തോട്ട് ഇട്ട് നമ്മൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കണം. ഇത് നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതാണ്. അതും ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം. ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും മിക്സ് ആവണം. കൈ വെച്ചിട്ട് എല്ലായിടത്തും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കളർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ചിക്കൻ സ്റ്റൗവിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇത്തിരി കൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഒരു 2 മിനിറ്റ് നല്ല തീയിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് സിമ്മിലിട്ടിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് അത് വേവാനായിട്ടുള്ള സമയം കൊടുക്കണം. ഇപ്പം ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചിക്കനിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ നല്ല ആഴത്തിലിറങ്ങിയപ്പോൾ ഇപ്പോൾ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള അരി തയ്യാറാക്കാം. അതിന് 1.5 കിലോ ബാസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബേ ലീഫ് 2 പട്ട 2 കുരുമുളക് 12 ഏലക്ക 5 ഗ്രാമ്പൂ 6 ഇതെല്ലാം കൂടെ നമുക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് നേരം അത് തിളക്കാനുള്ള സമയം നമുക്ക് കൊടുക്കണം. അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. കാരണം ചോറിന് എപ്പോഴും ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചോറ് നല്ല വിട്ടിരിക്കും, ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോവില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. കാരണം അത് ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് കഴിക്കണം.
മാക്സിമം ഒരു 7-8 മിനിറ്റ് മതി ഇത് നമുക്ക് വെന്ത് കിട്ടാനായിട്ട്. കാരണം അത് നമ്മൾ ഓൾറെഡി അരമണിക്കൂർ സൂക്ക് ചെയ്ത് വെച്ചതാണ്. അതുമല്ല നമുക്ക് ദം ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊരു 85% വേവൊക്കെ മതി. കണ്ടോ, ഈ ഒരു പരുവം മതി. അതിൽ കൂടുതൽ വേവായി കഴിഞ്ഞാൽ നമ്മൾ ദം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വെന്ത് പോകും. ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം. ഇനി ദം ചെയ്യാനായിട്ട് നമുക്കിത് റെഡിയാക്കാം. അതിന് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ചിക്കൻ ഒരു പാത്രത്തിന് താഴെ വെക്കാം. താഴെ ഫുള്ളായിട്ട് ഇടാം. അതിൻ്റെ മുകളിലേക്ക് കോരി വെച്ച റൈസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ആ ലെയർ ഫുള്ളും ആ റൈസ് വെച്ചിട്ട് കവർ ചെയ്യണം. ഫുൾ ചോറിട്ടിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് മെൽറ്റ് ചെയ്തത് ഒഴിക്കണം. നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, കട്ട് ചെയ്യാതെ. അപ്പോൾ എല്ലായിടത്തും ആവും. ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇത്തിരി മഞ്ഞൾ മിക്സ് ചെയ്തെടുത്താണ്. കാരണം അതൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ നല്ലൊരു ബിരിയാണിയുടെ ഒരു കളറുണ്ടാവും. ദം ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ പുതിന ഇല ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുണ്ട്, അതും കൂടെ ഇതിലേക്ക് മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി കാഷ്നട്ടും മുന്തിരിയും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ നന്നായിട്ട് വറുത്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കാഷ്നട്ടും മുന്തിരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളത് വെച്ച് ചെയ്തത്. ഇനി നേരത്തെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത പോലെ ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇടുക. നന്നായിട്ട് എല്ലായിടത്തും ആക്കുക. അതിലേക്ക് നെയ്യ് ഒഴിക്കുക, മഞ്ഞൾ ഒഴിക്കുക, ഇലകൾ ഇടുക, മല്ലിയിലയും പുതിന ഇല, പിന്നെ കുറച്ച് സവാള ഇടുക. വീണ്ടും നമ്മൾ ചോറെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇടുക. അങ്ങനെ ഒരു 3 ലെയറായിട്ട് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ ദം ചെയ്യാനായിട്ട് അടച്ചു വെക്കണം. ഇനി ഇത് നന്നായിട്ട് ദം ചെയ്യാൻ വേണ്ടി ഇത് എയർ ടൈറ്റായിട്ട് വെക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് മൈദയിൽ ഉപ്പും വെള്ളവും കൂടി മിക്സ് ചെയ്ത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് വെക്കണം. ഇനി ഒരു പാൻ ഒരു 5 മിനിറ്റ് ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. കാരണം ഏകദേശം ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ദം ചെയ്ത് വെച്ചിരിക്കുന്ന ബിരിയാണി എടുത്ത് വെക്കാം. എന്നിട്ടൊരു 25 മിനിറ്റ് നേരം അതങ്ങനെ വെച്ചേക്കാം. 25 മിനിറ്റ് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു ദം അടിച്ച് നല്ല മണം ഉണ്ടാവും. ആ റൂം മൊത്തം നല്ല മണമായിരിക്കും. നല്ല ബിരിയാണി നല്ല വിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടവും. എന്തായാലും പരീക്ഷിച്ച് നോക്കണം.